വയനാട് ലക്കിടിയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. കോഴിക്കോട് മാവൂർ സ്വദേശികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. വിവരങ്ങളുമായി നയൻതാര ചേരുന്നു. നയൻതാര, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ട് കൂടി ഇവർക്ക് ആർക്കും ഒരു ഭയം പോലും തോന്നുന്നില്ല എന്ന് വരുന്നു എങ്കിൽ നിയമങ്ങൾ ഒട്ടും കർശനമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ആർക്കൊക്കെയാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്? അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? മോത്തി പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുടെ ഏറ്റവും അടുത്ത ദിവസം ഇത്തരത്തിൽ വിഷബാധയേറ്റ് ഒരു സ്ത്രീ മരിച്ച ഒരു സംഭവം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം. വയനാട് ലക്കിടിയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കോഴിക്കോട് മാവൂർ വെള്ളന്നൂർ സ്വദേശിയായ രാജേഷിനും കുടുംബത്തിനുമാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവർ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് ബിരിയാണിയും അതുപോലെ തന്നെ ചോറും ബീഫുമാണ്. അതിനുശേഷം ഇവരുടെ അമ്പലവയലിലുള്ള റിസോർട്ടിൽ എത്തി. അതിനുശേഷമാണ്, അതിന് പിന്നാലെയാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് മകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ, അതായത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് മാറ്റുകയായിരുന്നു ചെയ്തത്. കുട്ടി ഇപ്പോഴും ICUവിൽ തന്നെയാണ്. ചികിത്സ രാജേഷിനും ഭാര്യയ്ക്കും അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയും ആ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിലാണ്. മകൾ ICUവിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നിലവിൽ ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. ഇനി പരാതിയുമായി മുന്നോട്ട് പോവാനാണ് തീരുമാനം എന്നും അറിയിച്ചിട്ടുണ്ട്. ദേഹാസ്വാസ്ഥ്യം മൂലം മറ്റുള്ളവരെ അറിയിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇത് മാധ്യമങ്ങളിൽ വന്നതോടുകൂടി ഹോട്ടലിൽ അവര് നിയമത്തിന് മുന്നിൽ എല്ലാം മറച്ചു വെക്കുന്ന രീതിയിൽ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് പരാതിപ്പെടാൻ സാധിച്ചിട്ടില്ല. നിലവിൽ എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ശരി നയൻതാര.